UDF സർക്കാരിൽ വീണ്ടും നിയമന വിവാദം. വനിതാ ശിശുവികസന വകുപ്പിൽ വഴിവിട്ട നിയമനത്തിന് നീക്കം നടക്കുന്നതായാണ് പരാതി. അങ്കണവാടി വെൽഫെയർ ഫണ്ട് ബോർഡ് സിഇഒയ്ക്കായി സർവീസിൽ നിന്ന് വിരമിച്ച കോൺഗ്രസ് അനുഭാവിയെ കൊണ്ടുവരാനാണ് ശ്രമം. ടി ഗോപകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ശിശുവികസന വകുപ്പ് ഡയറക്ടർ സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. LDF സർക്കാരുകളുടെ കാലത്ത് പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷം വഴിവിട്ട നിയമനങ്ങളും അതുപോലെ ഇഷ്ടക്കാരെ തിരികെക്കയറ്റലും വകുപ്പുകളിൽ വ്യാപകമായി നടന്നുവന്ന ആരോപണവും ആക്ഷേപവുമാണ് അന്നത്തെ പ്രതിപക്ഷം ഇന്നത്തെ ഭരണപക്ഷം UDF മുന്നോട്ട് വച്ചത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ നാളുകൾ മുതൽ തന്നെ വഴിവിട്ട നിയമനങ്ങളിൽ വലിയ പരാതികൾ ഉയർന്നു വന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വനിതാ ശിശുവികസന വകുപ്പിലാണ് അത്തരമൊരു നീക്കം നടക്കുന്നത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള അങ്കണവാടി വെൽഫെയർ ഫണ്ട് ബോർഡിൽ CEO നിയമനത്തിലാണ് ക്രമക്കേടിനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. വിരമിച്ച ഉദ്യോഗസ്ഥനെ, കോൺഗ്രസ് സംഘടനാ നേതാവ് കൂടിയായ വിരമിച്ച ഉദ്യോഗസ്ഥൻ ഗോപകുമാറിനെ CEO സ്ഥാനത്തേക്ക്, വെൽഫെയർ ബോർഡിൻ്റെ CEO സ്ഥാനത്തേക്ക് 1 ലക്ഷത്തോളം രൂപ ശമ്പളത്തിൽ പുനർനിയമിക്കാനാണ് ഇപ്പോൾ സർക്കാർ നീക്കം നടത്തുന്നത്. അത് കോൺഗ്രസിൻ്റെ താല്പര്യപ്രകാരം, പാർട്ടി നിലപാട് പ്രകാരമാണ് അത്തരമൊരു നീക്കം നടക്കുന്നതെന്ന് വകുപ്പിലെ കത്തിടപാടുകളിൽ വ്യക്തമാക്കുന്നു. ശിശുവികസന വകുപ്പ് ഡയറക്ടർ, സ്പെഷ്യൽ സെക്രട്ടറിക്ക് ശിശുവികസന വകുപ്പ് ഡയറക്ടർ വിഘ്നേശ്വരി, സ്പെഷ്യൽ സെക്രട്ടറി ഷീബ ചൗധരിക്ക് കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഗോപകുമാറെ നിയമിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിൻ്റെ കത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതിൽ NOC തേടിക്കൊണ്ട്, അനുമതി തേടിക്കൊണ്ടാണ് വിഘ്നേശ്വരി ഇത്തരം ഒരു കത്ത് ഷീബ ചൗധരിന് നൽകിയിരിക്കുന്നത്. നേരത്തെ കൃത്യമായി തന്നെ സർക്കാർ ഉപയോഗിച്ച ചട്ടങ്ങൾ പ്രകാരം ഈ വകുപ്പിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമനം നടത്തേണ്ടത്. വനിതാ ശിശുവികസന വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പദവിയിൽ താഴെയില്ലാത്ത ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ തത്തുല്യ പദവിയിലുള്ള ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷനിലോ വേണം CEO നിയമിക്കേണ്ടതെന്ന ചട്ടങ്ങൾ നിലനിൽക്കുകയാണ്. അതെല്ലാം മറികടന്നുകൊണ്ട് പിൻവാതിൽ നിയമനത്തിന് ഇഷ്ടക്കാരനെ തിരികെ കയറ്റാൻ സ്വജനപക്ഷപാതം നിലപാടുമായി വനിതാ ശിശുവികസന വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതിനകം തന്നെ വകുപ്പിനുള്ള വലിയ വിവാദമായി ഇത് മാറിക്കഴിഞ്ഞു. തുടർച്ചയായി നിയമന വിവാദങ്ങളിൽപ്പെടുന്ന UDF സർക്കാർ ഇതിലെന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് ഈ വിഷയത്തിൽ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. വനിതാ ശിശുവികസന വകുപ്പിലെ CEO നിയമനം പരിശോധിക്കുമെന്നാണ് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചത്. ചട്ടവിരുദ്ധ നിയമനം അംഗീകരിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 വാർത്തയെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. പരിശോധിക്കാം. പരിശോധിക്കാം. നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യുകയില്ല. പരിശോധിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.